ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട, ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട. ഇതൊക്കെ എവിടുത്തെ കാര്യമാണെന്ന് പറയണം. ഇന്ത്യയിൽ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്നുള്ള ഒരു ടേം ഉണ്ടോ? അവിടെ ഉത്തരം ഏതായിരിക്കും? വുഡ്സ് ഡെസ്പാച്ച് ആയിരിക്കും കേട്ടോ. അപ്പൊ 1854 നമുക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പോസ്റ്റൽ സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വുഡ്സ് ഡെസ്പാച്ച് 1854. ഇയാളാണ് പറഞ്ഞത് എന്തെന്നറിയോ? ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ ഒന്നും എന്ത് ചെയ്യണ്ട, ഇംഗ്ലീഷിൽ പഠിപ്പിക്കണ്ട. നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണെന്ന് വിചാരിച്ചിട്ട് 1ാം ക്ലാസ്സിന്റെ കുട്ടിക്ക് മുന്നിൽ നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്നൊന്നും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് അവന്റെ മാതൃഭാഷയിൽ പഠിപ്പിച്ചാ മതി. എന്നിട്ടോ അവൻ സെക്കൻഡറി തലത്തിലെത്തുമ്പോ മാത്രം എന്ത് ചെയ്താൽ മതി? സെക്കൻഡറി തലത്തിലെത്തുമ്പോ മാത്രം ഇംഗ്ലീഷ് പഠിപ്പിച്ചാ മതി എന്ന ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ആരാണ്? ഈ പറയുന്ന ചാൾസ് വുഡാണ്. അതുകൊണ്ടാണ് ഇതിനെ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. കറക്റ്റ് അതല്ലേ? ഇപ്പോഴും നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചാൾസ് വുഡ് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? ചെറുപ്പത്തിൽ നമ്മൾ ഏതാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ നമ്മൾ മദർ ടങ്ങിൽ കൊടുക്കണം, മാതൃഭാഷയിൽ കൊടുക്കണം എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷുകാരന് വരെ മനസ്സിലായി. ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? നമുക്കിത് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. നമുക്കിപ്പോഴും കുട്ടീനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങോട്ട് ചേർത്താൽ എന്ത് ചെയ്യുള്ളൂ? കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ പറയാനൊക്കെ ഒരു ഗമയുള്ളൂ അല്ലേ?